മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ തീവ്രത ക്രമേണ കുറഞ്ഞിരുന്നു. ഒടുവിൽ രാജീവനും തന്നെ കൈയൊഴിഞ്ഞുവെന്ന് ബോധ്യമായതോടുകൂടി തന്നെ വൈജയന്തി തന്റെ പത്തി ഒതുക്കാൻ നിർബന്ധിതയായി. ഈ വീട് തന്റെ ലോകമാണെന്ന് അചഞ്ചലമായ ബോധ്യത്തിൽ തൽക്കാലം ഒരടി പിന്നിലേക്ക് വെക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. ആ അടങ്ങിയിരിപ്പിലും വീട്ടിലെ ഓരോ ചലനവും ശ്രദ്ധിച്ച് ആലിലയുടെ നേരിയ ചലനം പോലെ അലീന ബാലചന്ദ്രന് ചുറ്റും ഒരു മകളുടെ വാത്സല്യം പറ്റി നിന്നു. സാറേ, ഇവിടുത്തെ വഴക്കുകളൊക്കെ ഒതുങ്ങിയല്ലോ. മാഡം എല്ലാം ക്ഷമിച്ചു. ഇനിയെങ്കിലും ഞാൻ ഇവിടെ നിന്നും പോയിക്കോട്ടെ? വിറയാർന്ന സ്വരത്തിൽ എങ്കിലും പ്രതീക്ഷയോടെ തന്നെ അലീന ബാലചന്ദ്രനോട് ചോദിച്ചു. ബാലചന്ദ്രന്റെ മുഖത്ത് വാത്സല്യം നിഴലിച്ചു. മോളെ, നീ എവിടേക്കാണ് ഈ പോവാൻ ഉദ്ദേശിക്കുന്നത്? ബാലചന്ദ്രൻ ചോദിക്കുന്ന സമയത്തിന് മനുവേട്ടൻ എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. എങ്കിലും എനിക്കും കൂടി അത് ബോധ്യപ്പെട്ട് നിന്നെ പൂർണ്ണ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാത്രമേ ഞാൻ നിന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടുള്ളൂ. നീ എന്നെ ഇത്ര കാലം ഒരച്ഛനായി കണ്ടുവെന്ന് പറഞ്ഞതൊരിക്കലും വെറുതെ ആവരുത്. ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മകളായി കാണുമ്പോൾ നിന്റെ ഭാവിയുടെ ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ. ബാലചന്ദ്രന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട സർ. എനിക്ക് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി. സാറും മാഡവും എന്നും സന്തോഷത്തോടെ ജീവിക്കണം. അത്രയുള്ളൂ എൻ്റെ ആഗ്രഹം. ലളിതവും അമിതമായ അഭിലാഷങ്ങളില്ലാതെയുമായ ആ വാക്കുകൾ ബാലചന്ദ്രന്റെ മനസ്സിനെ സ്പർശിച്ചു. ഞാൻ ഏതായാലും ഈ കാര്യം മനുവുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അവളെ അവിടെ നിന്നും തിരിച്ചയച്ചു. അലീനയെ സുരക്ഷിതമായ ഒരിടത്തേക്ക് എത്തിക്കണം. അവൾ അവളുടെ അമ്മയെ കണ്ടു. ഇനി അച്ഛനെ കൂടി കാണേണ്ടതുണ്ടല്ലോ എന്ന ചിന്ത അയാളെ അലട്ടി. ആദ്യം മനുവിനെ വിളിക്കാൻ ഒരുങ്ങിയെങ്കിലും അയാൾ ആ ശ്രമം ഉപേക്ഷിച്ചു. വേണ്ട, തൽക്കാലം മനു ഇതൊന്നും അറിയണ്ട. അലീനയുടെ അച്ഛൻ ലാലിഞ്ചന്റെ വീട്ടുവിശേഷങ്ങളൊക്കെ ഗംഗാധര മേനോന് നന്നായിട്ടറിയാം. അയാളെ തന്നെ വിളിച്ചേക്കാം. ബാലചന്ദ്രന്റെ മനസ്സിൽ വിദൂരമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതൊരു തന്ത്രപരമായ നീക്കത്തിന്റെ തുടക്കമായിരുന്നു. അപ്പോഴേക്കും മനു മുന്നോട്ട് കടന്നു വന്നു. നല്ല ജോലി കിട്ടാൻ ഇവിടെ നിന്ന് വിടാമെന്ന് സർ സമ്മതിച്ചിട്ടുണ്ട്. അലീന സന്തോഷം പങ്കുവെച്ചു. അതെ, സുരക്ഷിതമായൊരിടത്തേക്ക് നല്ല ജോലി കിട്ടുകയാണെങ്കിൽ മാത്രം പോയിക്കോളാമെന്ന് പറഞ്ഞു. മനു അവളെ ആശ്വസിപ്പിച്ചു. മനുവേട്ടൻ കാര്യമായിട്ടൊന്ന് നോക്കണേ. തീർച്ചയായിട്ടും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങൾ ജോലി ചെയ്യുന്ന ഒരു ക്ലിനിക്കിൽ ഒരു നഴ്സിംഗ് ഒഴിവുണ്ട്. നീ നിന്റെ ബയോഡാറ്റ ഒന്ന് മെച്ചപ്പെടുത്തി നല്ല CV തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും നമുക്ക് ശ്രമിക്കാം. മനു അവളുടെ രേഖകൾ വാങ്ങി. യാത്ര പറഞ്ഞു പോകുന്നതിനിടയിൽ ഒരു കോപ്പിയെടുത്ത് CV തയ്യാറാക്കാമെന്ന് അവളെ അറിയിച്ചു. ഒരു നിമിഷം അവൻ അവളെ ഉപദേശിച്ചു. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കണം. എങ്ങനെയെങ്കിലും നിനക്ക് തുടർന്ന് പഠിക്കാൻ കഴിയുമെങ്കിൽ ഓൺലൈനായിട്ടോ അതല്ലാതെയോ എങ്ങനെയെങ്കിലും പഠിപ്പ് മുഴുവനാക്കണം. എന്നാലേ നിനക്ക് വലിയ ജോലികളൊക്കെ നേടാൻ കഴിയുള്ളൂ. അലീന പറഞ്ഞിട്ട് എനിക്കൊന്നും വേണ്ട മനുവേട്ടാ. എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ മാത്രം മതി. കൂടുതൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഈ അലീനക്കില്ല. അവൾ പറഞ്ഞു. ജീവിക്കണമെങ്കിൽ പഠിക്കണം. നീ ഒറ്റക്കാണെന്നുള്ള വിചാരം നിനക്കിനി വേണ്ട. നന്നായിട്ട് പഠിക്കണം. മനു പറഞ്ഞു. നാളെ ഞാൻ വന്നിട്ട് ഒറിജിനൽ കോപ്പികൾ തന്നെ ഏൽപ്പിക്കാം. കാറിൽ ഏകാന്തനായിരിക്കുമ്പോൾ അലീനയുടെ ID കാർഡും ആധാർ കാർഡുമെല്ലാം അവൻ്റെ കൈകളിൽ തങ്ങി നിന്നു. അവയുടെ ഉള്ളറയിലേക്ക് കണ്ണോടിച്ചപ്പോൾ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ അവൻ്റെ നോട്ടമുടക്കി. ആഹാ, ഒരാഴ്ച കഴിഞ്ഞ അലീനയുടെ ജന്മദിനമാണല്ലോ. ഒരു പക്ഷേ അവൾക്ക് അവളുടെ ജന്മദിനം പോലും അറിയില്ലായിരിക്കും. ഒരു പക്ഷേ ബ്രിജിത്താമ്മയ്ക്ക് അവളെ കയ്യിൽ കിട്ടിയ ആ ദിവസമായിരിക്കും രേഖയിൽ നൽകിയിട്ടുള്ളത്. പാവം കുട്ടി, ജനിച്ച ദിവസങ്ങൾക്കകം തന്നെ അമ്മയുടെ കയ്യിൽ നിന്നും അകന്നുപോയവൾ. ഒരു പക്ഷേ അവൾക്ക് ഇന്നേ വരെ ഒരു ആഘോഷവും ഉണ്ടായിട്ടുണ്ടാവില്ല. മനുവിൻ്റെ മനസ്സിൽ ഒരു സർപ്രൈസ് ഒരുക്കാനുള്ള ആശയം മുട്ടിട്ടു. അലീനയ്ക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം. അവൾ ഞെട്ടണം. എന്തായിരിക്കും അവൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന സമ്മാനം? അവൻ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അവൻ കൃഷ്ണമോളെ വിളിച്ചു. എടീ മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ നിന്റെ ചേച്ചിയുടെ പിറന്നാളാണ്. ആരുടെ? അലീന ചേച്ചിയുടേതാണോ? അതേനേ, നാളെ അലീനയുടെ പിറന്നാളാണ്. നമുക്ക് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കേണ്ടേ? കൃഷ്ണമോള് പറയുന്നത് തീർച്ചയായിട്ടും കൊടുക്കണം. എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. ഞാൻ വരുമ്പോൾ ഒരു കേക്കും ഗിഫ്റ്റുമായിട്ട് വരാം. നീ സർപ്രൈസ് ഒരിക്കലും പൊളിക്കരുത്. നാളെ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നീ വീട്ടിലുണ്ടാവണം. എൻ്റെ കൂടെ നിൽക്കണം. കൃഷ്ണ പറയുന്നത് ഞാൻ എവിടെ പോവാനാ? എന്തായാലും ഞാൻ വീട്ടിലുണ്ടാവും. അലീന ചേച്ചിക്ക് നമുക്ക് സർപ്രൈസ് ഒരുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണമോള് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അങ്ങനെ അലീനയുടെ പിറന്നാൾ ദിവസം രാവിലെ തന്നെ മനു വീട്ടിലേക്കെത്തി. കേക്കും സമ്മാനപ്പൊതിയും കാറിൽ ഒളിപ്പിച്ച ശേഷം അവൻ അകത്തേക്ക് കടന്നു വന്നു. കൃഷ്ണമോൾക്ക് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു കൊടുത്തു. കൃഷ്ണമോൾ ഓടിച്ചെന്ന് കാറിൽ നിന്നും കേക്കും ആ ഒരു സമ്മാനപ്പൊതികളും തന്നെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവന്നു വെച്ചു. അലീനയോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ കൃഷ്ണമോൾ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അച്ഛാ, ഇന്ന് അലീന ചേച്ചിയുടെ പിറന്നാളാണ്. അച്ഛനൊന്ന് താഴേക്ക് വരണം.
ഒരു കേക്ക് മുറിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ എന്നൊക്കെ പറയായിരിക്കട്ടോ കൃഷ്ണമോള്. അത് കേട്ടതോടുകൂടി തന്നെ ബാലചന്ദ്രൻ ആകെ അതിശയിച്ചു. ആണോ മോളെ, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെ അച്ഛാ, മനുവേട്ടനാണ് ഈ കാര്യം എന്നോട് പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് തന്നെ മനു എങ്ങനെയാണ് ഈ കാര്യം അറിഞ്ഞത് എന്ന് ചോദിക്കാട്ടോ ബാലചന്ദ്രൻ. കൃഷ്ണമോള് പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല അച്ഛാ. പക്ഷേ ഇന്ന് തന്നെയാണ് അലീന ചേച്ചിയുടെ പിറന്നാളെന്ന് മനുവേട്ടന് ഉറപ്പുണ്ടായിരുന്നു. ഹാ, എന്തായാലും അത് നന്നായി. മോള് ചെല്ല്, ഞാൻ വന്നോളാം. അങ്ങനെ കൃഷ്ണമോൾ അവിടെ നിന്നും പോകുന്ന സമയത്ത് തന്നെ ബാലചന്ദ്രന്റെ മനസ്സിൽ കഴിഞ്ഞ കാലത്തിന്റെ തീക്ഷ്ണമായ ഓർമ്മകൾ അലയടിച്ചു. വൈജയന്തി പ്രസവിച്ചത് ഈ ദിവസമായിരുന്നു അല്ലേ? കൃത്യം 22 വർഷങ്ങൾക്ക് മുൻപ് അവൾ ഉപേക്ഷിച്ചു പോയ അവളുടെ സന്തതി. എന്നിട്ടും ഞാൻ എന്തിനാണ് അവളെ ഇത്രയേറെ സ്നേഹിക്കുന്നത്? അവളോട് എനിക്ക് വെറുപ്പല്ലേ വേണ്ടത്? ഇല്ല, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളോടൊരിക്കലും വെറുപ്പ് കാണിക്കാൻ പാടില്ല. അവൾ ഇവിടേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നെ ചതിച്ചവരെ മനസ്സിലാക്കിയത്. അവൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു വിഡ്ഢിയായി ഈ ലോകത്ത് ജീവിച്ചു മരിക്കേണ്ടി വന്നേനെ. ബാലചന്ദ്രൻ ചിന്തിച്ചു. തന്നെ പൊട്ടനാക്കിയവരുടെ മുന്നിൽ വെച്ച് തല ഉയർത്തി തന്നെ നിൽക്കണം എന്ന ചിന്താഭാരത്തോടെ അയാൾ പടികളിറങ്ങി താഴേക്ക് വന്നു. ബാലചന്ദ്രന്റെ അടുത്തേക്ക് വന്ന മനുവിനെ കണ്ടതോടുകൂടി തന്നെ വൈജയന്തിയുടെ മുഖം കറുത്തു. ആ, നീ വന്നോ? കൂടെയുള്ള നിന്റെ ഈ വരവ് അത്ര നല്ലതല്ല. അവൾ പരിഹസിച്ചുകൊണ്ട് തന്നെ മനുവിനെ നോക്കി പറഞ്ഞു. ആൻറ്റി, ഇതെൻ്റെ അങ്കിളും മുത്തശ്ശിയും എല്ലാവരും ഉള്ള വീടാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്നുണ്ടോ? മനുവിൻ്റെ മറുപടിയിൽ രോഷം കലർന്നു. ഓ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വൈജയന്തി ഒന്ന് ഒതുങ്ങിക്കൊണ്ട് പറഞ്ഞു. കൃഷ്ണമോൾ അപ്പോഴേക്കും അലീനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. കേക്ക് കണ്ടപ്പോൾ അലീനയുടെ കണ്ണുകൾ വിടർന്നു. ഇന്ന് ആരുടെ പിറന്നാളാണ്? ചേച്ചിയുടെ പിറന്നാളാണോ ഇന്ന്? കൃഷ്ണമോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ അലീനയോട് ചോദിച്ചു. ആ നിമിഷത്തിലാണ് അലീന പോലും ആ ഒരു സത്യം തിരിച്ചറിഞ്ഞത്. അവൾക്ക് അതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. കേക്കിൽ അലീനയുടെ പേര് എഴുതി വെച്ചത് കണ്ടതോടുകൂടി തന്നെ അലീന ആകെ ഷോക്കായി നിൽക്കുകയാണ്. നിനക്ക് ഓർമ്മ കാണില്ല, പക്ഷേ നിന്റെ ആധാർ കാർഡിലെ വിവരങ്ങളിൽ നിന്നാണ് എനിക്കിത് മനസ്സിലായത്. അതോ എന്നെ മമ്മിയുടെ കയ്യിൽ കിട്ടിയ ദിവസമാണ് എൻ്റെ പിറന്നാളായി അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ എന്നെ പ്രസവിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴായിരിക്കും മമ്മിയുടെ കയ്യിൽ എൻ്റെ കിട്ടിയത്. പക്ഷേ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഏൽപ്പിച്ച ആളുകൾ എൻ്റെ യഥാർത്ഥ ജനന തീയതിയും സമയവും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിരുന്നു എന്ന്. അലീന വികാരധീരരായി പറഞ്ഞു. പക്ഷേ അമ്മയുടെ ചൂടറിയാനും മുലപ്പാൽ നുകരാനും സ്നേഹം കിട്ടാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. എങ്കിലും അതിലേറെ സ്നേഹം എൻ്റെ പ്രിയപ്പെട്ട മമ്മി എനിക്ക് തന്നിരുന്നു. അവൾ അത് പറയുന്ന സമയത്ത് തന്നെ അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. ചേച്ചി ഇങ്ങനെ സെൻറ്റിമെൻ്റൽ ആകാതെ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ചേച്ചിക്കിപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. കൃഷ്ണമോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അങ്ങനെ അലീനയോട് കേക്ക് മുറിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അലീന പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ജന്മദിനാഘോഷവും കേക്കൊക്കെ മുറിക്കുന്നത്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞിരുന്നു. അവൾ ആദ്യം ആ കേക്ക് ബാലചന്ദ്രന് കൊടുത്തു. പിന്നെ കൃഷ്ണമോൾക്കും മനുവിനും മറ്റുള്ളവർക്കും കൊടുത്തു. ഈ സന്തോഷ നിമിഷത്തിൽ വൈജയന്തി മാത്രം പങ്കെടുത്തില്ല. അലീന ഒരു കഷ്ണം കേക്കെടുത്ത് നേരെ വൈജയന്തിൻ്റെ റൂമിലേക്ക് ചെന്നു. മാഡം, ഇതാ. അലീനയെ കണ്ടതോടുകൂടി തന്നെ വൈജയന്തിക്ക് ദേഷ്യം വരാണ്. എന്താണ് ഇത്? നിന്റെ പിറന്നാളിന് ഞാൻ എന്തിനാ ഇങ്ങനെ മധുരം കഴിക്കുന്നത്? വൈജയന്തിയുടെ സ്വരം പരുഷമായിരുന്നു. പക്ഷേ മാഡം, ഇപ്പോൾ ഇത് കഴിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ മാഡം ഒരുപാടധികം വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് മാഡം ഇതിൽ നിന്നൊരു ചെറിയ പീസെങ്കിലും കഴിക്കണം. അലീനയുടെ വാക്കുകൾ അവൾക്കൊരു മുന്നറിയിപ്പ് പോലെ തോന്നി. എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വൈജയന്തി വാതിൽ ശക്തമായി അവൾക്ക് നേരെ കൊട്ടിയടച്ചു. അലീന പകച്ചുപോയി. അവൾ അവിടെ നിന്നും തിരികെ പോന്നു. അലീന പോയതിനു ശേഷം വൈജയന്തിയുടെ മനസ്സിൽ ആ ഒരു ജനന തീയതി ഒരു കൊള്ളിതീയൽ പോലെ തന്നെ പാഞ്ഞുപോയി. 22 വർഷം മുൻപ് താൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതും ഇതേ തീയതി തന്നെയായിരുന്നല്ലോ. ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അലീനയുടെ പ്രായം തന്നെ കാണുമായിരിക്കും. ആ ചിന്ത വൈജയന്തിയുടെ ഹൃദയത്തിൽ ഒരു അലയായി അലതല്ലി. ഇനി ഒരു പക്ഷേ ആ വാതിലിനപ്പുറം പോയവൾ തൻ്റെ ശരിക്കുമുള്ള മകളായിരിക്കുമോ? കാലം അതിന് ഉത്തരം നൽകേണ്ടതുണ്ട്. ആ സമയത്താണ് മനു കാറിൽ ഒളിപ്പിച്ചു വെച്ച സമ്മാനപ്പൊതി അലീനക്ക് നൽകിയത്. അത് കണ്ണു തുറന്നു നോക്കിയ അലീനയുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി. അതിലുണ്ടായിരുന്നത് ഒരു മൊബൈൽ ഫോണായിരുന്നു. ആ സമ്മാനപ്പൊതി മനു നേരെ അലീനയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിനക്കായിട്ട് സ്വന്തമായിട്ടൊരു ഫോണൊന്നുമില്ലല്ലോ. ഇനി ഇത് നിന്റെ കൈകളിൽ ഇരിക്കട്ടെ. നിനക്കിനി രേവതിക്കുട്ടിയെയും അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും ഇതിൽ നിന്നും വിളിക്കാം. അടുത്ത ബോക്സ് തുറന്നപ്പോൾ അതിൽ നല്ലൊരു പട്ട് സാരി ആയിരുന്നു. ഞാൻ നിന്നെ ഇതുവരെ സാരി ഉടുത്തിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ സാരി നീ ഉടുക്കണമെന്ന പ്രതീക്ഷയിലാണ് ഞാനിത് വാങ്ങിച്ചത്. ഇനി വരാൻ പോകുന്നത് ക്രിസ്മസ് ആഘോഷങ്ങളും മറ്റുമല്ലേ. അപ്പോൾ ഈ സാരി ഏതായാലും ഇനി നിന്റെ കയ്യിലിരിക്കട്ടെ. മനു അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ആ സാരി അലീനക്ക് കൈമാറി. കൃഷ്ണമോൾ സ്നേഹ സമ്മാനമായിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വാച്ചൂരി അലീന ചേച്ചിക്ക് സമ്മാനിച്ചു.
ഈ കാഴ്ചകളെല്ലാം തന്നെ കൺകുളിർക്കെ കണ്ടോണ്ട് നിന്ന ബാലചന്ദ്രൻ നേരെ അലീനയുടെ അടുത്തേക്കെത്തി. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിനക്ക് സമ്മാനമായി തരാൻ മറ്റൊന്നുമില്ല മോളെ, ഒരച്ഛൻ്റെ സ്നേഹം മാത്രമേ എനിക്കിപ്പം നിനക്ക് തരാനുള്ളൂ. അത്രമാത്രം പറഞ്ഞുകൊടുത്തതിനെ ബാലചന്ദ്രൻ അലീനയെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. നിറകണ്ണുകളോട് തന്നെ അലീന പറയുന്നത്, എനിക്കത് മാത്രം മതി സർ, മറ്റൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഇതൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ എനിക്ക് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. എന്നെ നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ, അവൾ വിനയത്തോടെ പറഞ്ഞു. ബാലചന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ച് കൃഷ്ണമോളെ പോലെ തന്നെ അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ഒരു ഉമ്മ നൽകി. മുത്തശ്ശിയും അവളെ അനുഗ്രഹിച്ചു. മുത്തശ്ശി പറഞ്ഞിട്ട്, എൻ്റെ ഈ വയ്യായികയൊന്ന് മാറട്ടെ, അപ്പോൾ ഞാൻ നിനക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു തരാം. മുത്തശ്ശിയുടെ ഈ ഒരു സ്നേഹം എനിക്കെന്നും വേണം, അത് മാത്രം മതി, അല്ലാതെ മുത്തശ്ശി എനിക്കൊന്നും വാങ്ങിച്ചു തരണ്ടെന്നൊക്കെ പറയട്ടോ അലീന. അന്നേരം മനു പറഞ്ഞിട്ട്, ഏതായാലും ഞാൻ ഒരു സാരി വാങ്ങിച്ചു തന്നില്ലേ, ഈ സാരി എടുത്തിട്ട് ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ, മനു ആവശ്യപ്പെട്ടു. അലീന വളരെയധികം സന്തോഷത്തോടു കൂടെ തന്നെ ആ സാരി അവൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഉടുത്തങ്ങോട്ടേക്ക് വന്നു. സാരി ഉടുത്തിട്ട് അലീന മനുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്തിന് ശരിക്കും ഒരു ദേവത തൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയാണ് കേട്ടോ മനുവിന് തോന്നുന്നത്. ആ കാഴ്ച കണ്ട് മുത്തശ്ശി പറഞ്ഞിട്ട്, ആഹാ, നീ ഇപ്പോൾ ശരിക്കും ഒരു കല്യാണ പെണ്ണിനെ പോലെയുണ്ടല്ലോ, മുത്തശ്ശി സന്തോഷത്തോടെ പറഞ്ഞു. ബാലചന്ദ്രൻ അവളെ കണ്ടപ്പോൾ തൻ്റെ ചെറുപ്പത്തിലെ വൈജയന്തിയെയാണ് ഓർമ്മ വന്നത്. ആ സൗന്ദര്യമാണ് തന്നെ ഈ കൂരാകുരുട്ടിൽ കൊണ്ടിട്ടത് എന്നൊരു ചിന്ത അയാൾക്കുണ്ടായി. മനു ആ നിമിഷമെല്ലാം പകർത്താൻ വേണ്ടിയിട്ട് ഫോട്ടോസ് എടുത്തു. രണ്ടുപേരും ചേർന്നിട്ട് ഒരു സെൽഫിയും എടുത്തു. ഈ സെൽഫി ഇന്നും ഞാൻ സൂക്ഷിക്കും, മനു പറഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്നും യാത്രയായി. സമ്മാനങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഉടനെ തന്നെ ഈ വിശേഷങ്ങളെല്ലാം പറയാൻ വേണ്ടി രേവതിക്കുട്ടിയെ വിളിച്ചു. എടീ മോളെ, എനിക്കിന്ന് മനുവേട്ടൻ ഒരു ഫോൺ വാങ്ങിച്ചു തന്നു, ഇന്നെൻ്റെ പിറന്നാളാണ്. അവൾ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും രേവതിക്കുട്ടിയോട് പറഞ്ഞു. ഇല്ല മോളെ, വൈജയന്തി മാഡം ഒന്നും അറിയില്ല. കേക്ക് കൊടുത്തു, അതപ്പോഴും അവർ കഴിക്കാൻ കൂട്ടാക്കിയില്ല. എന്നോടിപ്പോഴും അവർക്ക് ദേഷ്യവും വൈരാഗ്യവും തന്നെയാണ്. അലീന നിറ കണ്ണുകളോട് സംസാരിക്കുന്ന സമയത്തിന് രേവതിക്കുട്ടി പറഞ്ഞിട്ട്, ചേച്ചി വിഷമിക്കണ്ട, ഒരിക്കൽ ചേച്ചിയുടെ അമ്മ സത്യമെല്ലാം തന്നെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അതിനായിട്ട് നമുക്കിനി കാത്തിരുന്ന് കാണാം. എന്നാൽ വൈജയന്തിയുടെ ദേഷ്യവും വാശിയും ഒന്നും പെട്ടെന്ന് മാറില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. അലീനക്ക് മറ്റൊരു ജോലി മനു അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാലചന്ദ്രൻ അലീനയെ അവളുടെ സ്വന്തം അച്ഛനെ, അതായത് ലാലിച്ചൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനായി പോവുകയായിരുന്നു. ആദ്യം ബാലചന്ദ്രൻ പോയിട്ട് അലീനയുടെ സ്വന്തം അച്ഛനായിട്ടുള്ള ലാലിച്ചനെ കാണുന്നുണ്ട്. എന്നിട്ട് അലീന ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും താൻ വൈജയന്തിയുടെ ഭർത്താവാണ്, ഇപ്പോൾ അലീന ജീവിക്കുന്നത് വൈജയന്തിയുടെ വീട്ടിലാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കും. അലീനയെ സ്വന്തം മകളായിട്ട് ഏറ്റെടുക്കണമെന്നൊക്കെ ബാലചന്ദ്രൻ ലാലിച്ചനെ കണ്ടിട്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. വിധിയുടെ ഈ നാടകീയമായ പരിണാമങ്ങൾക്കൊടുവിൽ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പുതിയ ലോകത്തേക്ക് അലീനയുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റൊക്കെ ഇനി മഴ തോരും മുൻപേ സീരിയലിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണേ.